പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനും നിത്യനുമായ സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവായ യേശുനാഥ, ഞങ്ങൾക്കിന്നൊരു പകൽക്കാലം തന്ന് അനുഗ്രഹിച്ച കൃപയെ ഓർത്തു നന്ദി പറയുന്നു. പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെയും ഞങ്ങളെ എല്ലാവരെയും അവിടവിടങ്ങളിൽ ദൈവകൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞ് പരിപാലിച്ചതിനായി നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്കിന്ന് തന്ന സകല നന്മകൾക്കായും നന്ദി പറയുന്നു. ഒരാപത്തോ അനർത്ഥങ്ങളോ ഞങ്ങളെ ആരെയും തൊടുവാൻ ഇടയാക്കാതെ അവിടുത്തെ കരുതലാൽ ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്തു നന്ദി പറയുന്നു. ഈശോപ്പാ, ഞങ്ങളിതാ ഉറങ്ങാൻ പോകുന്നു. ഞങ്ങൾക്ക് സുഖനിദ്ര തന്ന് അനുഗ്രഹിക്കണമേ. ഒരു ദുർസ്വപ്നം കാണുവാൻ ഇടയാക്കല്ലേ അപ്പാ. ഒരു അന്ധകാര ശക്തികളോ ഒരു പൈശാചിക തന്ത്രങ്ങളോ ഒരു വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഞങ്ങളിൽ ആരെങ്കിലും അടുത്തു വരുവാനോ ഉപദ്രവിപ്പാനോ ഇടയാക്കാതെ അവിടുത്തെ കരുതലും കൃപയാലും കൂടെ ഇരിക്കണമേ. ഒരു കള്ളന്മാരോ ഒരു അക്രമികളോ ഞങ്ങളെയോ ഞങ്ങളുടെ കാമ്പൗണ്ടുകളിലോ കടന്നുകൂടുവാനോ അടുത്തു വരുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടയാക്കാതെ വണ്ണം എൻ്റെ കർത്താവിൻ്റെ മാലാഖമാരാൽ കോട്ട കെട്ടി സംരക്ഷണം നൽകണമേ അപ്പ. ഈ രാത്രിയിൽ ഞങ്ങളെ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങളിൽ നിന്നും പ്രവൃത്തി കൊണ്ടോ വാക്കുമൂലമോ നോട്ടം കൊണ്ടോ കേൾവി മൂലമോ എന്തെങ്കിലും പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകി ജലം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. നമുക്കൊരു തിരുവചനം വായിക്കാം. വായിക്കുന്ന വചനം കിടക്കയിലിരുന്ന് 5 മിനിറ്റ് ധ്യാനിച്ച് ഇന്നത്തെ ദിവസം ഓർത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് കിടക്കാം. കിടക്കയിലെ 4 ചുറ്റും കുരിശടയാളം വരയ്ക്കണം. നെറ്റിത്തടത്തിലും 3 തവണ കുരിശടയാളം വരയ്ക്കണം. ഓരോ കുരിശടയാളം വരയ്ക്കുമ്പോഴും യൂദന്മാരുടെ രാജാവായ നസ്രയേൽക്കാരനായ ഈശോയെ, ഞങ്ങളെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് ചൊല്ലണം. രാവിലെ ഉണരുമ്പോഴും കിടക്കയിലിരുന്ന് നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെ സകലത്തെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് തരുന്ന ദിവസത്തിനായി നന്ദി പറയണം. ഇനി നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. 2 തിമോഥെയോസ് എഴുതിയ ലേഖനത്തിൽ നിന്നും 4-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ബലിയായി അർപ്പിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. കർത്താവിൻ്റെ വചനം. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നമുക്കൊന്ന് ധ്യാനിച്ചിട്ട് ഈശോയുടെ കരങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ച് മറ്റുള്ള ഓരോ മക്കളെയും ഓർത്ത് സമർപ്പിച്ച് നമുക്ക് കിടക്കാം. ആമേൻ.